വർക്കലയിൽ കുടുംബത്തിലെ 5 പേർ തീപിടുത്തത്തിൽ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന പരാതിയെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താത്തതിനെ തുടർന്ന് 1.5 മാസം മുമ്പ് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന വിലയിരുത്തലാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റേതും. എന്നാൽ പരിശോധനയിൽ ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റ് പാടെ തള്ളുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. തൃപ്തികരമായ രീതിയിൽ മറ്റൊരു ഏജൻസി കേസ് അന്വേഷിക്കണമെന്നുള്ള വീട്ടുകാരുടെ ആവശ്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP സുനിൽകുമാർ നേരിട്ടാണ് അന്വേഷണ ചുമതല വഹിക്കുന്നത്. ക്രൈംബ്രാഞ്ച് CA സജു കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. 10 ദിവസത്തിനുള്ളിൽ 4ാം തവണയാണ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നത്. ദുരൂഹ മരണം നടന്നിട്ട് 10 മാസം കഴിഞ്ഞു. കേസ് ഫയൽ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരുത്താവൂ എന്ന് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചു. അന്വേഷണ സംഘത്തോടൊപ്പം ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും മരണപ്പെട്ട പ്രതാപൻ ഷേഡി ദമ്പതികളുടെ മൂത്ത മകൻ രാഹുലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 8-ന് പുലർച്ചെ 1:45-ഓടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഗൃഹനാഥനായ പ്രതാപൻ, ഭാര്യ ഷേളി, രണ്ടാമത്തെ മകൻ നികുലിന്റെ ഭാര്യ അഭിരാമി, ഇവരുടെ 6 മാസം പ്രായമുള്ള മകൻ റയാൻ, ഇളയ മകൻ അഖിൽ എന്നിവരാണ് പുക ശ്വസിച്ച് മരണപ്പെട്ടത്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന രണ്ടാമത്തെ മകൻ നികുലിന് ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.